ഡൽഹി സ്ഫോടനത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ചിത്രം പതുക്കെ വ്യക്തമാവുകയാണ്. അന്വേഷണ സംഘം ഓരോരോ തെളിവുകളായി ശേഖരിച്ച് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് പതുക്കെ എത്തുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ ഡൽഹി പോലീസിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, കാശ്മീർ പോലീസുകളുടെ സംയുക്ത അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് വൈകാതെ NIA ഏറ്റെടുക്കും. ഉടൻ തന്നെ അതിൻ്റെ വിജ്ഞാപനം പുറത്തു വരുമെന്നും അറിയുന്നു. എന്തായാലും ഇവിടെ വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി. ഇതിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് പങ്കുണ്ട്. അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ട്. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരുപോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയ്ക്കും പങ്കുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ ബംഗ്ലാദേശിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, അതായത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകനും നേതാവും തലവനും ഒക്കെയായ ഹാഫിസ് സെയ്ദിൻ്റെ വലം കൈ സെയ്ഫുള്ള സൈഫി എന്ന ബംഗ്ലാദേശിലേക്ക് നിയോഗിക്കപ്പെട്ട കൊടും ഭീകരൻ അടക്കമുള്ളവർക്ക് ഡൽഹി സ്ഫോടനത്തിൽ പങ്കുണ്ട്. അവരെയെല്ലാം അതുമായി ബന്ധിപ്പിക്കുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് ഞാനിവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. എന്തായാലും ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് പുറത്തു വന്ന ഒരു വിവരം, ഈ ഡൽഹി സ്ഫോടനം ഒരു പകരം വീട്ടലാണ് എന്ന ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഈ പെഹൽഗാമിലുണ്ടായ കൂട്ടക്കുരുതിക്ക് തിരിച്ചടിയെന്നോണം ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഇപ്പോഴത്തെ കമാൻഡർ തലവൻ ആയ മസൂദ് അസറിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു എന്നും അയാളുടെ 2 സഹോദരിമാരടക്കം അവരുടെ ഭർത്താക്കന്മാരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും ഉള്ള വിവരം നമുക്ക് അറിയാം. അതിന് പകരം വീട്ടാൻ ലഷ്കർ ഇ തോയ്ബ വളരെ ആസൂത്രിതമായിട്ട് ശ്രമിച്ചിരുന്നുവെന്നും അതിന് അവർ ഡൽഹി തിരഞ്ഞെടുത്ത് ഡൽഹിയിൽ വലിയ സ്ഫോടനം നടത്താനാണ് അവർ ഒരുങ്ങിയതെന്നും, പക്ഷേ നമ്മുടെ ജാഗ്രത കൊണ്ട്, നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ, നമ്മുടെ സൈന്യത്തിൻ്റെ ഒക്കെ ജാഗ്രത കൊണ്ട് അത് പൂർണ്ണതോതിൽ അവർക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ലെന്നും ഭാഗികമായി 8 പേരെ കൊലപ്പെടുത്താനും അതുപോലെ തന്നെ ഒരു 4-5 പേരെ മാരകമായിട്ട് പരിക്കേൽപ്പിക്കാനും കഴിഞ്ഞു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ 4-5 പേരുടെ നില ഗുരുതരമാണ്. അത്രയും ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളും വിശകലനങ്ങളുമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് ഭാഗികമായി ശരിയാണ്, പക്ഷെ പൂർണ്ണമായിട്ടും ഇത് ശരിയല്ല. ഈ ലഷ്കർ ഇ തോയ്ബയുടെ മസൂദ് അസറിൻ്റെ വെറുമൊരു പ്രതികാരമാണ് ഇത് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം ഇതിന് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദുമായിട്ട് മാത്രമല്ല ബന്ധം. ഈ പിടിയിലായ 5 ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് IS-ന്റെ മോഡ്യൂളുകളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ വളരെ കൃത്യമായിട്ട് പരിശീലനം നേടിയ ആൾക്കാരാണ്. IS-ന്റെ ശൈലിയിലാണ് കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. ഈ IS-ന്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറേഷ്യൻ പ്രവിശ്യ, അതായത് ദക്ഷിണേഷ്യയിൽ എമ്പാടും സ്ഫോടനങ്ങളും ഇതുപോലെയുള്ള കൂട്ടക്കൊലകളും നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു IS വിഭാഗമാണ്. ഈ പറഞ്ഞതുപോലെ IS ഖുറേഷ്യൻ പ്രൊവിൻസ് അഥവാ പ്രവിശ്യ, ഖുറേഷ്യൻ പ്രവിശ്യ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ISKP എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ പൊതുവെ ഈ പറയുന്നത് പോലെ അവർ ശരിക്കും പറഞ്ഞാൽ ഫിദായീൻ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്, ചാവേറുകളാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി സ്വയം പൊട്ടിത്തെറിച്ച് അനേകം പേരെ കൊലപ്പെടുത്തി ഷഹീദാകാൻ, രക്തസാക്ഷിയാകാൻ, അതിലൂടെ സ്വർഗം നേടാൻ കൊതിക്കുന്ന ആൾക്കാരാണ് ഈ ISKPയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ്
ഖുറേഷ്യൻ പ്രൊവിൻസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ഫിദായിൻ ചാവേറുകളാണ്. അങ്ങനെയുള്ള ചാവേറുകളാണ് ഇപ്പോൾ അറസ്റ്റിൽ നമുക്ക് വിവരം ലഭിച്ചതനുസരിച്ച് ഈ 5 ഡോക്ടർമാർ, അതിൽ ഒരാൾ ഇനിയും പിടിയിലാകാനുണ്ട്. നമുക്കിപ്പോൾ പിടിയിലായിരിക്കുന്നത് ഒന്ന് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ, ഡോക്ടർ അദീൽ അഹമ്മദ്, രണ്ടുപേരും ഫരീദാബാദിൽ നിന്ന് പിടിയിലായി. ഇവരിൽ നിന്നാണ് 350 കിലോയോളം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തത്. ഇക്കാര്യം അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ, നമ്മുടെ ഫരീദാബാദിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വരുൺ ദഹിയ ഇക്കാര്യം ഇപ്പോൾ ശരിവെക്കുന്നുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനാകില്ല, അത് തെളിവുകളെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും ഒട്ടേറെ പേർ പിടിയിലാകാനുണ്ട് എന്നും വരുൺ ദഹിയ കൂട്ടിച്ചേർക്കുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഫരീദാബാദിലേക്ക് കാറിൽ വരികയായിരുന്ന ഒരു ഡോക്ടർ, അവർ ലക്നൗ സ്വദേശിയാണ്, ഒരു വനിതാ ഡോക്ടറാണ്. അവർ എവിടെ വെച്ച് പിടിയിലായി എന്ന് വ്യക്തമല്ല. ഫരീദാബാദിന് സമീപത്ത് എവിടെയോ വെച്ച് പിടിയിലായി, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഫരീദാബാദിലേക്ക് വരുന്ന വഴിക്ക് എവിടെയോ വെച്ച് പിടിയിലായി എന്ന് കരുതാനേ നിർവാഹമുള്ളൂ. അത് ഡോക്ടർ ഷഹീനാണ്. ഈ ഷഹീൻ്റെ കാറിൽ നിന്നാണ് AK-47 കണ്ടെടുത്തത്. ഒപ്പം മറ്റു ചില ആയുധങ്ങളും കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ വരുൺ ദഹിയ നൽകുന്ന വിവരമനുസരിച്ച് അത് AK-47 അല്ല, അതിനോട് സാമ്യമുള്ള അസാൾട്ട് റൈഫിൾ എന്ന് പറയുന്ന ഒരു യന്ത്രത്തോക്കാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ 3 മാഗസീനുകളും കൂടെ ഒപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. 3 മാഗസീനുകളും ഫുൾ ലോഡഡ് ആണ്, തിരകൾ നിറച്ചതാണ്. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കാഴ്ചയിൽ AK-47നോട് സാമ്യം തോന്നും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറഞ്ഞ ആൾക്കാർ, ഈ 3 പേരും വളരെ കൃത്യമായിട്ട് IS-മായി ബന്ധമുള്ളവരാണ്. ഇവരുടെ ഈ IS ബന്ധം നമുക്ക് ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ IS-ഉമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഒപ്പം ഇവർക്ക് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയുമായിട്ടും ബന്ധമുണ്ട്. അതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ബംഗ്ലാദേശ് ഘടകം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ ഹാഫിസ് സെയ്ദിൻ്റെ വലങ്കൈ സെയ്ഫുള്ള സൈഫിയുമായിട്ട് ഇവർക്കും ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവരെ ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേസമയം നവംബർ 7-ന് നമ്മുടെ ഗുജറാത്ത് ATS പിടികൂടിയ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ആ ഡോക്ടർ കൊടും വിഷം തയ്യാറാക്കി അത് ഉപയോഗിക്കാൻ ഒരുങ്ങിയിരുന്ന ആ ഡോക്ടറെ ATS പൊക്കി. അവിടെ DIG സുനിൽ ജോഷിയുടെ നേതൃത്വത്തിലുള്ള ATSൻ്റെ DIG സുനിൽ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഡോക്ടറെയും ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേരെയും പൊക്കിയത്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഡോക്ടർ, ഈ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ഹൈദരാബാദ് സ്വദേശിയായ ചൈനയിൽ MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ, ഈ ഡോക്ടർ കൃത്യമായിട്ടും IS-ഉമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ്. ഈ ISKP ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറേഷ്യൻ പ്രൊവിൻസുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഡോക്ടർ മുസമ്മിൽ ഷക്കീലും അതുപോലെ ഡോക്ടർ അദീൽ അഹമ്മദ്, ഇവരും ഈ ഫരീദാബാദിലെ ഒരു മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ മുസമ്മിൽ ഷക്കീൽ അവിടുത്തെ ഒരു ഫിസിഷ്യനാണ്, ലെക്ചററാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ്. ഇതുകൂടാതെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പിടിയിലാകാനുള്ള 4-മൻ ഡോക്ടർ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ഡൽഹിയിലെത്തിയതും ഈ ചാന്ദിനി ചൗക്കിലെത്തിയതും. വളരെ കൃത്യമായിട്ട് ഉമർ മുഹമ്മദ് ഈ കാറ് താരിഖിൽ നിന്ന് വാങ്ങിയതാണ്. കാശ്മീർ സ്വദേശിയായ താരിഖിൽ, ഡൽഹിയിൽ താമസിക്കുന്ന താരിഖിൽ നിന്ന് വാങ്ങിയതാണ്. താരിഖിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. അതായത് ഹരിയാന സ്വദേശിയായ ആദ്യം ഈ കാറിൻ്റെ ഉടമസ്ഥനായിരുന്ന മുഹമ്മദ് സൽമാനിൽ നിന്ന് കാർ വാങ്ങിയ ദേവേന്ദറിൽ നിന്ന് കാർ വാങ്ങിയ കാശ്മീർ സ്വദേശിയായ അമീർ,
ഈ ഇത്രയും പേർക്ക് ഈ സ്ഫോടനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേസമയം ഈ അമീറിൽ നിന്ന് കാർ വാങ്ങിയ പുൽവാമ സ്വദേശിയായ താരിഖിൽ തുടങ്ങി ഇത് ഭീകരാക്രമണത്തിൻ്റെ പദ്ധതിയാണ്. താരിഖും ഈ ഡോക്ടർ ഉമർ ആയിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട്. ഉമർ മുഹമ്മദിനെ പിടികൂടേണ്ടതുണ്ട്. ഉമർ മുഹമ്മദ് ഇപ്പോഴും പിടിയിലായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ താരിഖ് താമസിച്ചിരുന്ന വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പല തെളിവുകളും ഡൽഹി പോലീസിന് കിട്ടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു കാര്യം കൂടി വ്യക്തമാണ്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിരവധി സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ, അതുപോലെ ഹരിയാനയിൽ, അതുപോലെ ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ ഒക്കെ. ഇതെല്ലാം നമ്മുടെ സുരക്ഷാ സേനകൾ അല്ലെങ്കിൽ നമ്മളെ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ ഡൽഹി സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഫരീദാബാദിലെ ഈ 2 ഡോക്ടർമാർ പിടിയിലായപ്പോൾ തന്നെ കാശ്മീരിൽ 10 ജില്ലകളിലായിട്ട് 70 കേന്ദ്രങ്ങളിൽ കാശ്മീർ പോലീസ് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്നും വിലപ്പെട്ട ചില വിവരങ്ങൾ കാശ്മീർ പോലീസിന് ലഭിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 28-ന് മഹാരാഷ്ട്ര ATS പൂനെയിലെ ഒരു ടെക്കിയെ പിടികൂടി. അൽ ഖ്വയ്ദയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ടെക്കിയെ, അതായത് ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പിടികൂടിയിരുന്നു. അതുപോലെ തന്നെ നവംബർ 7-ന് രാജസ്ഥാനിൽ നിന്ന് തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളെയും പിടികൂടി. മറ്റ് 4 പേർ നിരീക്ഷണത്തിലായിരുന്നു. അവർ അറസ്റ്റിലായോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് ഇത് പാകിസ്ഥാനിലുള്ള ചില തീവ്രവാദ സംഘടനകൾ, ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള തീവ്രവാദ സംഘടനകളും ഐഎസുമായി ബന്ധമുള്ളവരും ഈ ഭീകര സംഘടനയുടെ നേതാക്കളും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഈ ഡൽഹിയിൽ സ്ഫോടനം നടന്നത്. വലിയ കൂട്ടക്കുരുതിയാണ് ഇവർ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്താൻ ഇവർ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് ATSും ഫരീദാബാദിലെ ഹരിയാന പോലീസും ഒക്കെ ചേർന്ന് നിരവധി പേരെ പിടികൂടിയത്. ഈ ഏതാണ്ട് 4 പേർ പിടിയിലായപ്പോൾ 5-മൻ അന്തം വിട്ട് കാട്ടിക്കൂട്ടിയ ഒരു പരാക്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് ഡൽഹി സ്ഫോടനം എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. വലിയ കൂട്ടക്കുരുതി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സമർത്ഥമായ ഇടപെടലിലൂടെ 4 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. എങ്ങനെയോ രക്ഷപ്പെട്ട 5-മൻ, ഒരു ചെറിയ പഴുത് കിട്ടി രക്ഷപ്പെട്ട 5-മൻ ഈ പറയുന്നത് പോലെ ഡൽഹിയിൽ ഒരു സ്ഫോടനം നടത്തി 8 പേരെ കൊലപ്പെടുത്തുകയും 4 പേരുടെ നില അതീവ ഗുരുതരമാക്കുകയും ചെയ്തിട്ടുണ്ട്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതാണ് ഡൽഹി സ്ഫോടനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ.